അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്ന ഇനി മണിക്കൂറുകളിൽ ഇറാനിൽ ഭരണമാറ്റം ആണ് ബെസ്റ്റ്, അത് വേണം. ഇന്ന് മാത്രമല്ല, ഇറാന്റെ തീരത്ത് പശ്ചിമേഷ്യയിൽ സൈനിക സാന്നിധ്യം അതിശക്തമായിട്ട് മാറ്റുകയാണ്, അതിശക്തമായി വർദ്ധിപ്പിക്കുകയാണ് എന്നുള്ള ഒരു മെസ്സേജ് കൂടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ജനീവയിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ആണവായുധ കരാർ സംബന്ധിച്ചുള്ള ചർച്ച നടക്കുന്നുണ്ട്. അത് വിജയിച്ചില്ലെങ്കിൽ ആക്രമിക്കുമെന്നുള്ള ഭീഷണിയിൽ തന്നെയാണ് അമേരിക്ക നിൽക്കുന്നത്. ഒരുപക്ഷെ ഭീഷണിയായേക്കാം, പക്ഷേ വെനിൻസുവേലയിൽ നടന്ന സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ വെറും ഭീഷണി എന്ന് പറയാനും പറ്റില്ല സ്കെയിൻ. കാരണം ഈ വെനിൻസുവേലയിൽ പോയ ലോകത്തിലെ ഏറ്റവും വലിയ അമേരിക്കയുടെ വിമാനവാഹിനി യുദ്ധക്കപ്പൽ ജെറാൾഡ് ഫോർഡാണ് ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നത് ഇറാന്റെ തീരത്തേക്ക്. ഇപ്പൊ തന്നെ അബ്രഹാം ലിങ്കൻ എന്ന വിമാനവാഹിനി യുദ്ധക്കപ്പൽ അവിടെയുണ്ട്. വിമാനവാഹിനി കപ്പലായിട്ടുള്ള അബ്രഹാം ലിങ്കനിൽ 90 ഫൈറ്റർ വിമാനങ്ങളുണ്ട്. ഇതിൽ 75 ഇപ്പോൾ ഉള്ളത്, കൂട്ടാനായിട്ട് സാധിക്കും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 165 യുദ്ധവിമാനങ്ങളും അതിൻ്റെ കൂടെ വേറെ യുദ്ധക്കപ്പലുകളുണ്ട്, ഡിസ്ട്രോയേഴ്സ്, അതുപോലെ മിസൈൽ വേദക സംവിധാനങ്ങളടക്കം ഒരു യുദ്ധക്കളമാണ് അറബിക്കടലിലും അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഒരുക്കുന്നത്. അത് ഇറാനിനെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ്. ഇറാൻ അറിയാൻ കാര്യങ്ങൾ വലിയ അപകടത്തിലാണ് എന്ന് മാത്രമല്ല, ബങ്കറിലാണ് ആയത്തുള്ള ഖമനായിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക ഭരണകൂടത്തെ മാറ്റണമെന്നാണ് അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവിടെ ചെന്നത് ഒരു തരത്തിൽ ട്രംപിന്റെ വീര്യം കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ട്രംപ് എന്തിനും തയ്യാറാണെന്നുള്ള മട്ടിലാണ്. ജനീവയിൽ നടക്കുന്നത് ഇറാന്റെ ചർച്ച മാത്രമല്ല, ഉക്രൈൻ യുദ്ധത്തിലെ ചർച്ച കൂടി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു യുദ്ധത്തിന്റെ എന്താ പറയുക, ഒരു പോർവിളി എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്തും സംഭവിക്കാം എന്നുള്ളതാണ് അവസ്ഥ. ഒരുപക്ഷെ ഉണ്ടാവാതിരിക്കാം എന്ന് മാത്രമല്ല ഈ ജെറാൾഡ് ഫോർഡ് കപ്പലിൽ ഉള്ള ഇതെന്ന് പറയുന്നത് ബങ്കർ ബസ്റ്റർ ബോംബുകളും നിറച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. 2000 പൗണ്ടുള്ള ഈ ബോംബുകൾ യഥാർത്ഥത്തിൽ എയർ ഡിഫൻസ് സിസ്റ്റത്തെ മറികടന്ന്, കാരണം F-35C എന്ന ഏറ്റവും ലേറ്റസ്റ്റ് യുദ്ധവിമാനത്തിലാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. അവർ നേരെ പോയിട്ട് എയർ ഡിഫൻസ് സിസ്റ്റത്തേക്ക് കവർ ചെയ്തുകൊണ്ട് ആണവായുധ കേന്ദ്രങ്ങളൊക്കെ തകർക്കാൻ കഴിവുള്ളതാണ്. നേരത്തെ ജൂണിൽ ഇത് ചെയ്തതാണ്. ആ തരത്തിലുള്ള വലിയ ആക്രമണത്തിന് തയ്യാറായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇസ്രായേലും അവിടെ നിൽപ്പുണ്ട്. അമേരിക്ക ആക്രമിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ആക്രമിക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്.